പ്രായപൂർത്തിയാകാത്ത മകളെ ബലാത്സംഗം ചെയ്ത കേസിൽ പിതാവ് കുറ്റക്കാരനാണെന്ന് ഡൽഹി ഹൈക്കോടതി. ജംഷഡ്പൂരിൽ 3 വയസ്സുകാരിയായ നഴ്സറി വിദ്യാർത്ഥിനിയെ സ്കൂൾ വാൻ ഡ്രൈവർ ബലാത്സംഗം ചെയ്തു. ഉത്തർപ്രദേശിൽ ബലാത്സംഗത്തിനിരയായ 85-കാരിയായ സ്ത്രീ മരിച്ചു. പ്രായമേതെന്നില്ല, സ്ത്രീയാണ്, പെൺകുട്ടിയാണ്. ഇരയായവർ തടങ്കലിൽ, പ്രതികളാണെങ്കിൽ സമൂഹത്തിൽ അഴിഞ്ഞാടി നടക്കുന്നു. ഇതാണ് ഇന്നത്തെ ഇന്ത്യയുടെ അവസ്ഥ. നിയമത്തിന്റെ പഴുതുകൾക്കുള്ളിലൂടെ പ്രതിപട്ടികയിൽ ചേർക്കപ്പെട്ട ആളെ രക്ഷിക്കാൻ ഉന്നതർ തയ്യാറാവുമ്പോൾ പീഡനവും ബലാത്സംഗ കേസുകളും രാജ്യത്ത് ഇനിയും വർദ്ധിക്കും. ഓഗസ്റ്റ് 8, 2024 ഈ ദിവസം ഇനി ആരും മറക്കില്ല. ആരോഗ്യ സ്ഥാപനത്തിൽ നടക്കുന്ന ചൂഷണവും തട്ടിപ്പും മനസ്സിലാക്കിയ വനിതാ ഡോക്ടറെ കുറച്ചു പേർ ചേർന്ന് പീഡനത്തിനിരയാക്കി കൊലപ്പെടുത്തിയ ദിവസം. രാജ്യത്തെ ഞെട്ടിച്ചുകൊണ്ടുള്ള വാർത്തയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും തെരുവുകളിലും പ്രതിഷേധമായി ആളിക്കത്തുന്നത്. നിരവധി രോഗികൾ വരുന്ന ഉന്നത വിദ്യാഭ്യാസമുള്ള ഡോക്ടേഴ്സ്, നഴ്സ് തുടങ്ങിയ ആരോഗ്യ പ്രവർത്തകർ ജോലി ചെയ്യുന്ന ആശുപത്രിയാണ് RG കാർ എന്ന സർക്കാർ മെഡിക്കൽ കോളേജ്. അവിടെ വെച്ചാണ് സെമിനാർ ഹാളിൽ വെച്ച് 31-കാരിയായ PG ഡോക്ടർ കൂട്ട ബലാത്സംഗത്തിനിരയായത്. ഫേസ്ബുക്കിൽ വൈറലായ ഓഡിയോ ക്ലിപ്പിൽ നിന്നാണ് കൂടുതൽ വിവരം പുറത്തു വന്നത്. RG കാർ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പലായ ഡോക്ടർ സന്ദീപ് ഘോഷ് ഏറ്റവും വലിയ അഴിമതിക്കാരനും ക്രിമിനലുകളിൽ ഒരാളുമാണ്. കാരണം വിദ്യാർത്ഥികളിൽ നിന്ന് അധിക പണമാണ് ഫീസും മറ്റുമായി വാങ്ങുന്നത്. എന്നാൽ രാഷ്ട്രീയ ബന്ധമുള്ള പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന മെഡിക്കൽ ഇന്റേണുകൾക്ക് കൂടുതൽ സൗകര്യവും. കൂടാതെ കോളേജിൽ അഴിമതിയും ഡ്രഗ് റാക്കറ്റ് പോലെയുള്ള കുറ്റകൃത്യങ്ങൾ നടത്തുന്നതായും അറിഞ്ഞു. ഇതറിഞ്ഞത് ഈ PG ഡോക്ടറാണ്. ഈ സംഭവം കണ്ടെത്തിയതോടെ മേലുദ്യോഗസ്ഥർക്ക് അവൾ പരാതി നൽകി. പരാതി നൽകിയതറിഞ്ഞ കോളേജിലെ പ്രധാന പ്രതികൾ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുകയും 36 മണിക്കൂർ ഡ്യൂട്ടി നൽകുകയും ചെയ്തു. പക്ഷേ ഇതിലൊന്നും അവൾ തളർന്നില്ല. എന്നാൽ പിന്നീട് കേൾക്കുന്ന വാർത്തയാണ് രാത്രി അത്താഴം കഴിച്ച് സെമിനാർ ഹാളിൽ വിശ്രമിക്കാൻ പോയ വനിതാ ഡോക്ടർ മരണപ്പെട്ടു എന്ന വാർത്ത. ആത്മഹത്യയാണെന്ന രീതിയിൽ പ്രചരിച്ചിരുന്ന ഈ കേസിന്റെ കൂടുതൽ തെളിവുകൾ പുറത്തുവരുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാതാപിതാക്കൾ നൽകിയ പരാതിയെ തുടർന്നാണ്. പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൂട്ട ബലാത്സംഗത്തിന് ഇരയായ തെളിവുകളുണ്ട്. മാത്രമല്ല, കഴുത്തിന്റെ എല്ല് പൊട്ടിയ നിലയിലും ശ്വാസം മുട്ടിച്ച് കൊല്ലുകയായിരുന്നുവെന്ന പ്രാഥമിക റിപ്പോർട്ടുമുണ്ട്. കൂടുതൽ അന്വേഷണത്തിനൊടുവിൽ പ്രതികളിൽ ഒരാളായ നിലവിൽ പോലീസ് സിവിക് വോളണ്ടിയറായ സഞ്ജയ് റോയ് എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാളെ പിടികൂടാനുള്ള പ്രധാന കാരണം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ പ്രതിയായ റോയ് ഇടയ്ക്കിടെ RG കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സന്ദർശിച്ചിരുന്നതായും കുറ്റകൃത്യം നടന്ന മണിക്കൂറുകളിൽ പ്രതിയുടെ സാന്നിധ്യം ആശുപത്രിയിൽ കണ്ടെത്താൻ സാധിച്ചതും ഇയാളുടെ ബ്ലൂടൂത്ത് ഹെഡ്ഫോണുകൾ കണ്ടെത്തിയതുമാണ്. ഈ കേസിൽ ഇനിയും പ്രതികളെ പിടികൂടാനുണ്ട്. കൽക്കട്ട ഹൈക്കോടതി ഇടപെടലിനെ തുടർന്ന് കേസ് അന്വേഷണം CBI ഏറ്റെടുത്തിട്ടുണ്ട്. എന്നാൽ എല്ലാ കേസുകൾ പോലെ തന്നെ ഈ കൊലപാതകവും ഒരു വാർത്തയായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. എങ്കിലും നീതിക്കായി പോരാടും. സ്ത്രീകൾക്ക് എത്ര സംരക്ഷണം ഒരുക്കിയാലും അവസാനിക്കില്ല ഈ ക്രൂരത. നീതിപീഠം പ്രതികൾക്ക് ശിക്ഷ നൽകുമെങ്കിലും സത്യത്തെ മറച്ചു പിടിക്കാനുള്ള ആവലാതിയിൽ അവരെ സാമ്പത്തിക ഉന്നതർ തന്നെ പ്രതികളെ രക്ഷപ്പെടുത്തും. നീതി പ്രതികൾക്ക് മാത്രമായി മാറും. അതിനാൽ ഇനിയും തുടരും രാജ്യത്ത് കുറ്റകൃത്യങ്ങൾ അവസാനിക്കാതെ.